ഹായ് കൂട്ടുകാരെ, SR ക്രിയേഷന്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2ാം ക്ലാസ്സിലെ ഈ തെറ്റിന് ശിക്ഷയില്ല എന്ന പാഠഭാഗത്തിലെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തില് നമ്മൾ കേശൻ രാജാവിനെയും ചിണ്ടനെലിയെയും കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ? കൂട്ടുകാർക്ക് കഥയൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ നമുക്ക് അതിലെ ചോദ്യോത്തരങ്ങൾ ബാക്കി നോക്കിയാലോ? അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൂട്ടുകാരെ, നമ്മൾ ഭാഗം 1 കുറച്ച് ചോദ്യോത്തരങ്ങളൊക്കെ പഠിച്ചു അല്ലേ? അപ്പൊ നമുക്ക് ബാക്കി കൂടെ നോക്കിയാലോ? ഇലകൾ കൊണ്ട് കളിപ്പാട്ടങ്ങൾ. ഇലകൾ ഉപയോഗിച്ച് എന്തൊക്കെ വസ്തുക്കൾ നിർമ്മിക്കാം? കൂട്ടുകാർക്ക് അറിയാമോ? ചിത്രത്തിലേക്ക് നോക്കൂ. എന്തൊക്കെയാണവ? കൂട്ടുകാര് പേര് പറഞ്ഞു നോക്കൂ. ആദ്യം കാണുന്നത് എന്താ? കണ്ണട. കണ്ണട ഏത് ഇല കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? അതെ, ഓല കൊണ്ടാണല്ലേ. ഓല കൊണ്ടുള്ള മറ്റെന്തൊക്കെ വസ്തുക്കളാണ് ചിത്രത്തിൽ കാണുന്നത്? നോക്കി അവയുടെ പേര് പറയൂ. അതെ, കാറ്റാടിയുണ്ട്. പിന്നെയോ, വാച്ചും നിർമ്മിക്കാം. ഇനിയുമുണ്ട് ഒത്തിരി. കൂട്ടുകാർക്ക് അവയുടെ പേരറിയാമോ? അവ ഉണ്ടാക്കാൻ അറിയാമോ? ഇനി നോക്കൂ, ചിത്രത്തിൽ മറ്റൊരു വസ്തു കൂടെ ഉണ്ട്. പക്ഷേ അത് ഓല കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതെ, പ്ലാവില കൊണ്ടാണല്ലേ. പ്ലാവില കൊണ്ട് തൊപ്പിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കൂ, ഇല പ്രിന്റ് ആൽബം. ഇലകൾ കൊണ്ട് നമുക്കൊരു ആൽബം നിർമ്മിച്ചാലോ കൂട്ടുകാരെ? അവധിക്കാലമല്ലേ, നമുക്ക് ചെയ്യാം. കടലാസിനടിയിൽ ഇലകൾ വച്ച് കടലാസിന് മുകളിൽ ക്രയോൺ ഉരസുക. ഇലകളുടെ പ്രിന്റ് കിട്ടും. ഓരോ ഇലയുടെയും പേര് താഴെ എഴുതാൻ മറക്കരുത്. ഇനി നമുക്കൊരു കവിതയായാലോ കൂട്ടുകാരെ? കവിത കേൾക്കാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണോ? അപ്പൊ നമുക്ക് ചൊല്ലി രസിച്ചാലോ? കുന്നിൻ ചരിവിലെ കുഞ്ഞു കുളത്തിൽ പച്ചവിരിപ്പൂ പായലുകൾ. കുന്നിൻ ചരിവിലെ കുഞ്ഞു കുളത്തിൽ താമര പൂത്തു ചിരിക്കുന്നു. കുന്നിൻ ചരിവിലെ കുഞ്ഞു കുളത്തിൽ ആമ്പൽ മൊട്ടു കുണുങ്ങുന്നു. കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഒന്നുകൂടെ പാടി നോക്കിയാലോ? കുന്നിൻ ചരിവിലെ കുഞ്ഞു കുളത്തിൽ പച്ചവിരിപ്പൂ പായലുകൾ. കുന്നിൻ ചരിവിലെ കുഞ്ഞു കുളത്തിൽ താമര പൂത്തു ചിരിക്കുന്നു. കുന്നിൻ ചരിവിലെ കുഞ്ഞു കുളത്തിൽ ആമ്പൽ മൊട്ടു കുണുങ്ങുന്നു. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? കുന്നിൻ ചെരുവിലെ കുഞ്ഞു കുളത്തിൽ പായലുകളും താമരയും ആമ്പൽ മൊട്ടും ഒക്കെ നിൽക്കുന്നതിനെ കവി വർണ്ണിക്കുകയാണ്. ഇനി നോക്കൂ, വെള്ളത്തിൽ വളരുന്ന ഏതെല്ലാം സസ്യങ്ങളെ പറ്റിയാണ് കവിതയിൽ പറയുന്നത്? കൂട്ടുകാര് പറഞ്ഞു നോക്കൂ. പായലുകൾ, പിന്നെയോ താമര, പിന്നെ ആമ്പൽ മൊട്ടും. ഇനി കൂട്ടുകാർക്കറിയാവുന്ന മറ്റ് ജലസസ്യങ്ങൾ ഏതൊക്കെയാണ്? പേര് പറയൂ. ഇനി കൂട്ടുകാർക്ക് ഒരു ചെറിയ ആക്ടിവിറ്റിയാണ്. ചെയ്തു നോക്കുമല്ലോ അല്ലേ? ചേമ്പില അറിയാമോ കൂട്ടുകാർക്ക്? കുറച്ചു പേർക്കറിയാം, എന്നാൽ കുറെ കൂട്ടുകാർക്ക് അറിയില്ല അല്ലേ? നിങ്ങളുടെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ ചോദിച്ചു നോക്കൂ, എന്താണ് ചേമ്പിലയെന്ന്. അവര് നിങ്ങൾക്ക് കാണിച്ചു തരും. ചേമ്പിലയിൽ അല്പം വെള്ളം ഒഴിച്ചു നോക്കൂ. എന്താണ് കാണുന്നത്? നല്ല ഭംഗിയുണ്ടല്ലേ? എല്ലാ ഇലകളിലും ഇങ്ങനെ തന്നെയാണോ? കൂട്ടുകാര് ചെയ്തു നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണേ. എഴുതാം. മണം എന്ന വാക്കിന് പകരമായി പാഠത്തിൽ പ്രയോഗിച്ചിട്ടുള്ള വാക്കുകൾ എഴുതൂ. ഒരു വാക്ക് പറയാം, ബാക്കി കൂട്ടുകാരെഴുതുമല്ലോ അല്ലേ? വാസന,
വാക്യം മാറ്റി എഴുതാം. വീട് മുഴുവൻ എത്ര അന്വേഷിച്ചിട്ടും കാണാതായ പെൻസിൽ കിട്ടിയില്ല. അരിച്ചു പെറുക്കിയിട്ടും എന്ന് ചേർത്ത് ഈ വാക്യം മാറ്റി എഴുതൂ. നോക്കൂ, വീട് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും കാണാതായ പെൻസിൽ കിട്ടിയില്ല. വിശേഷണങ്ങൾ ചേർക്കാം. തന്നിരിക്കുന്ന വിശേഷണങ്ങൾ പോലെ താഴെയും എഴുതി ചേർത്തോളൂ. കൊതിപ്പിക്കുന്ന വാസന, കൊതിപ്പിക്കുന്ന രുചി, ആവോളം ആസ്വദിച്ചു, ആവോളം കഴിച്ചു. ഇനി പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതി നോക്കൂ. അതിയായ മോഹം, കുലകുലയായി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ. കൂട്ടുകാർ എഴുതിയോ? ഇനി നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെയുള്ള ഒരു വൃക്ഷമുണ്ട്. ഏതാണ്? അതെ, തെങ്ങാണ് അല്ലേ? നോക്കൂ, തെങ്ങിനെ കുറിച്ച് തെങ്ങ് തന്നെ ഒരു കഥ പറയുകയാണ്. എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? തെങ്ങ്. ഞാൻ തെങ്ങ്. എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. കേരളത്തിൽ ധാരാളമായി എന്നെ കാണാം. തേങ്ങ ചേർത്തല്ലേ നിങ്ങൾ പലതരം പലഹാരങ്ങളും കറികളും ഉണ്ടാക്കുന്നത്. എന്റെ ഓല കൊണ്ട് നിങ്ങൾക്ക് പലതരം കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാം. വീടുമേയാനും ചൂലും പായയും ഉണ്ടാക്കാനും ഓല ഉപയോഗിക്കും. ക്ഷീണമകറ്റാനും ദാഹം തീർക്കാനും നിങ്ങൾ ഇളനീർ കഴിക്കുന്നു. എനിക്ക് ചില്ലകളില്ല. എന്റെ എല്ലാ ഭാഗങ്ങളും വിറകിന് പറ്റും. കേരവൃക്ഷം. നോക്കൂ കൂട്ടുകാരെ, തെങ്ങ് തന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടോ? അപ്പോ കൂട്ടുകാർക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു സസ്യത്തെക്കുറിച്ച് എഴുതി നോക്കൂ. ആദ്യം പറയൂ, പറഞ്ഞതിന് ശേഷം എഴുതി നോക്കൂ. നട്ടുവളർത്താം. ചിരട്ടയിൽ വിത്ത് നട്ട് അവ വളരുന്നത് നിരീക്ഷിക്കൂ. കാണാൻ കഴിഞ്ഞ മാറ്റങ്ങൾ എഴുതൂ. കൂട്ടുകാര് ഒരു ചിരട്ട എടുത്ത് അതിൽ മണ്ണ് നിറച്ച് വിത്ത് നട്ടു നോക്കൂ. വെള്ളവും ഒഴിക്കണം. ദിവസങ്ങൾ കഴിയുമ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാവും. അവ നിരീക്ഷിച്ച് എഴുതി നോക്കൂ. എത്ര സസ്യങ്ങൾ! നിങ്ങളുടെ പരിസരത്ത് എത്ര സസ്യങ്ങളുണ്ട്? അവയുടെ പേരുകൾ പട്ടികപ്പെടുത്താമോ? കൂട്ടുകാരുടെ മുറ്റത്തും തൊടിയിലുമൊക്കെ ഒത്തിരി സസ്യങ്ങളില്ലേ? അവയുടെയൊക്കെ അറിയാവുന്ന പേരുകൾ എഴുതി നോക്കൂ. കാട്ടിലെ കൃഷി. ചെടികൾ നട്ടതുകൊണ്ടല്ലേ രാജാവ് നമ്മളെ വെറുതെ വിട്ടത്? ഇനിയുള്ള കാലം നമുക്ക് പറ്റുന്നതൊക്കെ കൃഷി ചെയ്താലോ? ചിണ്ടന്റെ അഭിപ്രായത്തോട് മറ്റു ജീവികളും യോജിച്ചു. കാട്ടിൽ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ അവർ പല കൃഷികളും ചെയ്തു. പഴവും പച്ചക്കറികളും പൂക്കളും കിഴങ്ങുകളും ധാരാളമായി വിളഞ്ഞു. ഇത് ആവശ്യത്തിലേറെ ഉണ്ടല്ലോ. മിച്ചമുള്ളത് ചന്തയിൽ വിറ്റുകൂടെ? നല്ല വിലയും കിട്ടും. കറുമ്പിക്കാക്ക പറഞ്ഞു. നോക്കൂ കൂട്ടുകാരെ, ചെടികൾ നട്ടതുകൊണ്ടല്ലേ കേശൻ രാജാവ് ചിണ്ടനെയും കൂട്ടുകാരെയും വെറുതെ വിട്ടത്? അങ്ങനെ ഇരുന്നപ്പോ ചിണ്ടനൊരാഗ്രഹം. ഇനി നമുക്ക് കൂടുതൽ കൃഷികളൊക്കെ ചെയ്താലോ? അങ്ങനെ അവര് പഴവും പച്ചക്കറികളും പൂക്കളും കിഴങ്ങുകളും ഒക്കെ കൃഷി ചെയ്തു. അത് ആവശ്യത്തിലേറെ വിളയുകയും ചെയ്തു. അപ്പൊ കറമ്പിക്കാക്ക പറയുകയാണ്, മിച്ചമുള്ളത് നമുക്ക് ചന്തയിൽ കൊണ്ട് വിൽക്കാം. നല്ല വിലയും കിട്ടും. കൂട്ടുകാരും ഇതുപോലെ കൃഷി ചെയ്യാറുണ്ടോ? കൃഷി ചെയ്ത് മിച്ചമുള്ളത് നമുക്ക് നല്ല വിലയ്ക്ക് വിൽക്കാമല്ലോ. ഇനി കൂട്ടുകാര് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അന്വേഷിക്കാമോ? വരുമാനത്തിനു വേണ്ടി നാം എന്തെല്ലാമാണ് കൃഷി ചെയ്യുന്നത്? കൂട്ടുകാരുടെ വീട്ടിലും പരിസരത്തുമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ. നമ്മള് വരുമാനത്തിനു വേണ്ടി റബ്ബർ കൃഷി ചെയ്യാറുണ്ട്. തെങ്ങ്, പ്ലാവ്, മാവ്, തേക്ക്. ഇനിയും ഒത്തിരിയുണ്ട്. കൂട്ടുകാർ കണ്ടെത്തി എഴുതുമല്ലോ അല്ലേ? ഇനി സുഗതകുമാരിയുടെ ഒരു കുഞ്ഞു കവിതയാണ്. നമുക്ക് ഈണത്തിൽ പാടി നോക്കിയാലോ? നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സുഗതകുമാരി കവിതയിലൂടെ പറയുന്നു. നമുക്ക് പാടി നോക്കിയാലോ? നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്ക്
നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം, കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം, 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം, നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? കൂട്ടുകാർക്ക് കവിത ഇഷ്ടമായോ? കവിതയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി, നമ്മുടെ കൊച്ചു മക്കൾക്ക് വേണ്ടി, 100 കിളികൾക്ക് വേണ്ടി, നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് ഒരു തൈ നട്ടു വളർത്താം. ഇത് എന്തിനൊക്കെയാണ്? പ്രാണവായുവിനാണ്. സസ്യങ്ങളില്ലാതെ പോയാൽ നമുക്ക് ശ്വസിക്കാനാകുമോ? ഇല്ല. സസ്യങ്ങളില്ലാതായാൽ നമുക്ക് നല്ലൊരു മഴ ലഭിക്കുമോ? ഇല്ലല്ലോ. അതിനേക്കാളുപരി പ്രകൃതിക്ക് അഴകായി നിൽക്കുന്നത് ആരാണ്? മരങ്ങളാണല്ലേ. തണലിന്, തേൻ പഴങ്ങൾക്കായി നമുക്ക് 100 തൈകൾ നട്ടു വളർത്തിയാലോ? കൂട്ടുകാരും ഏതെങ്കിലും ഒരു തൈ നട്ടു വളർത്തിക്കോളൂ. എഴുതാം. താഴെ കൊടുത്ത അക്ഷരങ്ങൾ ചേർന്നു വരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതുക. പാഠപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തിയ വാക്കുകളും നമുക്കറിയാവുന്ന മറ്റു വാക്കുകളും ചേർത്ത് നമുക്കിവിടെ എഴുതാം. നോക്കൂ. ശബ്ദം, ക്ഷമ. ഇനി അറിയാവുന്ന മറ്റു വാക്കുകൾ നോക്കൂ. അസ്ത്രം, വ്യവസ്ഥ, ചന്ത, അഗ്നി, അല്പം, ആഴ്ച, അസ്ഥി. ആരാണ് കേമൻ? സവിശേഷതകൾ കണ്ടെത്തി എഴുതൂ. നോക്കൂ കൂട്ടുകാരെ, ചിത്രത്തിൽ 2 സസ്യങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണവ? വാഴ, തെങ്ങ്. ഇവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. 2 എണ്ണം വീതം കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം കൂട്ടുകാർ കണ്ടെത്തി എഴുതുമല്ലോ, അല്ലേ? വാഴയുടേത് നോക്കൂ. വാഴപ്പഴം കഴിക്കാം. വാഴയില സദ്യയ്ക്ക് പ്രധാനിയാണ്. ഇനി തെങ്ങിൻ്റെതോ? തേങ്ങ ലഭിക്കും. പായ, വട്ടി തുടങ്ങിയവ ഉണ്ടാക്കാൻ ഓല സഹായിക്കുന്നു. ഇനിയുള്ളത് കൂട്ടുകാർ കണ്ടെത്തി എഴുതുമല്ലോ. ഇനിയൊരു കഥയാണ്. കഥ കേൾക്കാൻ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമല്ലേ? അപ്പോ നമുക്ക് തുടങ്ങിയാലോ? ഒരു മുത്തശ്ശി മാവ് കഥ പറയുകയാണ്. അപ്പൊ നമുക്ക് പഠിക്കാം. മുത്തശ്ശി മാവ് കഥ പറയുന്നു. കുട്ടികളെ, എല്ലാവരും കളിച്ച് തളർന്നോ? ഇനി ഇത്തിരി നേരം എന്റെ തണലിൽ വന്നിരുന്നോളൂ. ഞാൻ നിങ്ങൾക്ക് എന്റെ കഥ പറഞ്ഞു തരാം. ഒരുപാട് കാലം മുമ്പ്, അതാ ആ കാണുന്ന വയലിന്റെ കരെ ഒരു മാവുണ്ടായിരുന്നു. പടർന്നു പന്തലിച്ചു നിന്ന ഒരു തേന്മാവ്. അതായിരുന്നു എന്റെ അമ്മ. അമ്മമാവിന്റെ ഉച്ചിയിലെ ഒരു ഉണ്ണിമാങ്ങയായിരുന്നു ഞാൻ. മാസങ്ങൾക്കു ശേഷം ഞാനൊരു മുഴുത്ത മാമ്പഴമായി. അന്നൊക്കെ എന്നെ കാണേണ്ടതായിരുന്നു. മഞ്ഞയും ഓറഞ്ചും കലർന്ന് തുടുത്ത ഒരു മാമ്പഴം. ഞങ്ങൾ കൂട്ടുകാരെല്ലാം കാറ്റിലാടി രസിച്ചു കഴിഞ്ഞ കാലം. ഞങ്ങളെല്ലാം ഒരു കുലയിൽ മുട്ടിയിരുന്ന് തമാശകൾ പറഞ്ഞ് രസിക്കുകയായിരുന്നു. അപ്പോഴാ അത് സംഭവിച്ചത്. ഒരു കാക്ക വന്ന് എന്നെ ഒരു കൊത്ത്. പുതും! ഞാൻ ഞെട്ടറ്റ് താഴെ മാഞ്ചുവെട്ടിൽ കളിക്കുന്ന കുട്ടികൾക്ക് മുന്നിലാണ് ചെന്നു വീണത്. അതിലൊരുത്തൻ ഓടി വന്ന് എന്നെ എടുത്തു. എന്റെ തേൻ മധുരമൂറുന്ന ഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി അവൻ കൂട്ടുകാർക്ക് പങ്കുവച്ചു. മാങ്ങേണ്ടി മാത്രം ബാക്കിയായി.
അവനത് ഒരു കടലാസിൽ പൊതിഞ്ഞ് കയ്യിൽ വെച്ചു. ഇത് ഞാൻ വീട്ടുപറമ്പിൽ കുഴിച്ചിടും, ആ മിടുക്കൻ പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ ചെയ്തു കേട്ടോ. മഴക്കാലമായി. മഴവെള്ളത്തിൽ നനഞ്ഞു കുതിർന്ന ഞാൻ മെല്ലെ മുളച്ചു പൊന്തി. ചുവപ്പ് കലർന്ന തവിട്ട് നിറമുള്ള ഇലകൾ. എന്നും അവൻ വന്ന് തൊട്ടുനോക്കും. കാലം കുറേ കഴിഞ്ഞു. ഞാൻ വലുതായി. ഞങ്ങൾ വൻമരങ്ങൾ അങ്ങനെയാണ്, ഒരുപാട് വളരും. കൊമ്പുകളും ചില്ലകളും വളർന്നപ്പോ പല പക്ഷികളും കൂടുകൂട്ടാനെത്തി. പക്ഷികൾ മാത്രമല്ല പാർക്കാനെത്തിയത്, അണ്ണാനും ചിതലിനും ചിലന്തിക്കും ഉറുമ്പിനും ഒക്കെ താമസിക്കാൻ ഞാൻ ഇടം നൽകി. കുട്ടികൾ എന്റെ തണലിൽ ഇരുന്ന് കളിച്ചു, വിശ്രമിച്ചു. അവർക്കൊക്കെ ഞാൻ വയറു നിറയെ ചക്കരമാമ്പഴം കൊടുത്തു. ഇപ്പോ ഞാനൊരു മുത്തശ്ശിയായി. എന്റെ മക്കളും പേരക്കിടാങ്ങളുമൊക്കെ എവിടെയാണാവോ? എന്നാലും ഇനിയും കുറെ കാലം ഞാനുണ്ടാവും, തണലും മധുരവും തന്ന്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? മുത്തശ്ശിമാവിന്റെ കഥയാണ് കേട്ടോ. കൂട്ടുകാരും ഇതുപോലെ ഏതെങ്കിലും വൃക്ഷങ്ങളുടെ വിത്തുകൾ കിട്ടിയാൽ കളയരുത്. അത് കുഴിച്ചിട്ട് മുളപ്പിച്ച് വലിയ വൻമരങ്ങളാക്കണം. അപ്പൊ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.